നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി, ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി മെച്ചപ്പെട്ട ജോലിയോ ജീവിത സാഹചര്യങ്ങളോ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട്. അല്ലെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടി മെച്ചപ്പെട്ട സ്ഥലങ്ങളിൽ ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു യുവതലമുറ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ഇനി അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ ജപ്പാനീസ് ഭാഷയൊന്ന് പഠിച്ചോ, അതുകൊണ്ട് ഗുണമുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. സംഗതി ഇതാണ്: ജപ്പാനീസ് ഭാഷ പഠിച്ചാൽ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ അവസരങ്ങൾ വരികയാണ്. അതിൻ്റെ കാരണം, കുറച്ച് ദിവസം മുമ്പ് ജപ്പാൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ഒരു വനിതയായിരുന്നു. അവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് എൻ്റെ സഹോദരിയാണ് എന്നാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഉടമ്പടികൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ടിരുന്നു. അതിലെ പ്രധാന ഒരു സംഗതി ഇതാണ്: ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഹ്യൂമൻ റിസോഴ്സ് എക്സ്ചേഞ്ച് ആക്ഷൻ പ്ലാൻ. ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് പണി ഉള്ളവർക്ക് ജപ്പാനിൽ പണി കിട്ടും, അത്രേ ഉള്ളൂ. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 50,000 വിദഗ്ധരായ സ്കിൽഡ് ലേബേഴ്സിനെ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാനായിട്ടാണ് ജപ്പാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണ അതാണ്. അപ്പോൾ ഇതൊരു പെട്ടെന്ന് ഒറ്റയടിക്ക് 50,000 പേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന തൽക്കാലം കരുതേണ്ട. അതിനുവേണ്ടി ആരും ഇടിച്ചു തള്ളി പോവുകയും വേണ്ട. 5 വർഷം കൊണ്ടായിരിക്കും ഈ 50,000 പേരെ ജപ്പാനിലേക്ക് റിക്രൂട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഏതൊക്കെ തൊഴിൽ മേഖലയിലോട്ടാണ് ആളുകളെ എടുക്കുന്നതെന്ന് നോക്കാം. ഒന്ന് IT-യും സോഫ്റ്റ്വെയറും, പിന്നെ ആരോഗ്യ സംരക്ഷണം, നഴ്സിംഗ്, എൻജിനീയറിംഗ്, മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റാലിറ്റി, അഗ്രികൾച്ചർ, നമ്മുടെ കൃഷി, ഇത്രയും മേഖലകളിലോട്ടാണ് ജപ്പാൻ ആളുകളെ വിളിക്കുന്നത്. ഇനി ഒറ്റ നിർബന്ധമേ ഉള്ളൂ: അപേക്ഷകർ ജപ്പാനീസ് ഭാഷാ പരീക്ഷകളായ JLPT അല്ലെങ്കിൽ JFT ബേസിക് ഇത് പാസ്സായിരിക്കണം. അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജപ്പാൻകാർക്ക് അവരുടെ ഭാഷയോടുള്ള അമിതമായ സ്നേഹം മൂത്തിട്ടല്ല, നമ്മളെ കരുതിയിട്ടാണ് ജപ്പാൻ ഭാഷ പഠിച്ചുകൊണ്ട് ചെല്ലാൻ പറയുന്നത്. കാരണം ജപ്പാനിലുള്ള ഏതാണ്ട് 90% വരുന്ന ആൾക്കാർക്കും ഇംഗ്ലീഷ് അത്ര പിടിയില്ല, അല്ലെങ്കിൽ മറ്റ് ഭാഷകളൊന്നും അവർക്ക് അറിയില്ല. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജപ്പാനിലുള്ള പൊതു നിയമങ്ങൾ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അത് പലതും അവിടെ ഇപ്പോൾ ദിശാസൂചിക ബോർഡുകളാണെങ്കിൽ ശരി, പൊതു നിയമങ്ങളാണെങ്കിൽ ശരി, ജപ്പാനീസ് ഭാഷയിലായിരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകുക. അത് നോക്കി നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അവിടെ ചെന്നിട്ട് എനിക്ക് ഭാഷ അറിയാൻ പാടില്ല എന്ന് തപ്പിത്തടഞ്ഞാൽ ചിലപ്പോൾ ജോലി ചെയ്യാൻ പോയവൻ അഴിക്കുള്ളിലാകും എന്ന് ചുരുക്കം. ഇതുകൂടാതെ നമ്മളിപ്പോൾ പണിയെടുക്കുന്നത് ഏതെങ്കിലും കൺസ്ട്രക്ഷൻ മേഖലയിലാണെന്ന് കരുതുക. അവിടെ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ജീവൻ്റെ സുരക്ഷയെ കരുതിയാണ് അത് എഴുതി വെച്ചേക്കുന്ന ജാപ്പാനീസ് ഭാഷയിലാണെങ്കിൽ നമ്മളത് വായിക്കാൻ നമുക്കത് സാധിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവൻ പോലും അപകടപ്പെട്ടേക്കാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ ഭാഷ പഠിച്ചിട്ട് ദയവായി വരണം എന്ന് പറയുന്നത്. ഇതുകൂടാതെ അതത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട സ്കിൽ ടെസ്റ്റുകൾ വിജയിച്ചിരിക്കണം. വെറുതെ അവകാശപ്പെട്ടുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റൊക്കെ സമ്പാദിച്ചുകൊണ്ട് ജോലിക്ക് ചെല്ലാമെന്ന് വിചാരിക്കേണ്ട. അവർ സ്കിൽ ടെസ്റ്റ് നടത്തി ഇവന് പണി അറിയാമെന്ന് അവർ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി നടക്കുകയുള്ളൂ. പിന്നെ ഏതെങ്കിലും വിസ ഏജന്റുമാർ വഴി ഈ പരിപാടി നടക്കുമെന്നും തൽക്കാലം കരുതേണ്ട. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ മൈഗ്രേറ്റ് പോർട്ടൽ വഴിയും നാഷണൽ കരിയർ സർവീസ് NCS എന്നാണ് ചുരുക്കപ്പേരിൽ അറിയുക, ഈ പോർട്ടൽ വഴിയും ഇന്ത്യ ജപ്പാൻ കോറിഡോർ വഴിയുമായിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കുക. ഇത് കൂടാതെ ഒരു പക്ഷേ ജാപ്പാനീസ് കമ്പനികൾ നമ്മുടെ സർവകലാശാലകളിൽ, കോളേജുകളിൽ നേരിട്ടെത്തി ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തിയും ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ജപ്പാനിലെ സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കർ പദ്ധതിക്ക് കീഴിൽ SSW എന്നാണ് ഇത് അറിയപ്പെടുക. ഇതിൽ സേവന വേതന വ്യവസ്ഥകൾ ജാപ്പാനീസ് തൊഴിൽ നിയമങ്ങൾക്ക് വിധേയമായി വളരെ സുരക്ഷിതവും ആകർഷകവുമാണ്. വിദേശ തൊഴിലാളിയാണ്, നമ്മുടെ നാട്ടിൽ ചില അതിഥി തൊഴിലാളികൾക്ക് 2ാം തരം വേതനം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അമ്മാതിരി പരിപാടിയൊന്നും ജപ്പാനിൽ ഉണ്ടാവില്ല. അവിടുത്തെ നിയമങ്ങൾക്കും സേവന വേതന വ്യവസ്ഥകൾക്കും വിധേയമായിട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രതിഫലവും നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും. ഒരു തരത്തിലുള്ള തൊഴിൽ ചൂഷണവും ഉണ്ടാകില്ല എന്നവർ പറയുന്നുണ്ട്. കൂടാതെ ജപ്പാനീസ് പൗരന്മാർക്ക് ഒരേ ജോലിക്ക് ലഭിക്കുന്ന അതേ ശമ്പളവും അതേ ആനുകൂല്യവും തന്നെ ആയിരിക്കും വിദേശ തൊഴിലാളികൾക്കും നിയമപരമായി ലഭിക്കുക. ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും: അല്ല, ഇത്ര ആളുകളെ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ 50,000 പേരെ ജപ്പാൻ റിക്രൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, അവിടെ പണിയെടുക്കാൻ ആളില്ലേ എന്നൊരു സ്വാഭാവികമായി സംശയം തോന്നാം. വാസ്തവം അതുതന്നെയാണ്. ജപ്പാനിൽ അംഗബലം വളരെ കുറവാണ്. അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരിലുള്ളതിൽ വളരെയധികം പേർ പ്രായാധിക്യം വന്നവരാണ്. അവിടെ ജനന നിരക്ക് വളരെ കുറവാണ്. മരണനിരക്ക് കൂടുതലും ജനന നിരക്ക് കുറവുമുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പണിയെടുക്കാൻ, പ്രത്യേകിച്ച് സ്കിൽഡ് ലേബേഴ്സിന്
അവിടെ വളരെ പരിമിതമായ അവസ്ഥയിൽ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഫിലിപ്പീൻസിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇതേപോലെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പണി റെഡിയാണ്. ഇനി പണിയെടുത്താൽ പണം എന്ത് കിട്ടും എന്നുള്ളതാണല്ലോ ചോദ്യം. പറഞ്ഞുതരാം. ജോലി ചെയ്യുന്ന മേഖലയും നഗരവും അനുസരിച്ച് ജപ്പാൻ കറൻസി പ്രകാരം 1,80,000 yen മുതൽ ഏതാണ്ട് 3.5 ലക്ഷം yen വരെ, അത് ഇന്ത്യൻ രൂപയിലോട്ട് മാറ്റുമ്പോൾ ഏകദേശം 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടിയേക്കും. ഈ SSW എന്ന് പറയുന്ന സ്കീം അനുസരിച്ച് ചെന്നാൽ മാത്രമാണ്, അല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇനി ഏറ്റവും ആകർഷമായ സംഗതി, ആഴ്ചയിൽ 40 മണിക്കൂർ പണിയെടുത്താൽ മതി. ഒരു ദിവസം 8 മണിക്കൂർ വീതം 5 ദിവസം. ഇപ്പം 2 ദിവസം ഫ്രീ ഉണ്ടല്ലോ. ആ 2 ദിവസം വേണമെങ്കിൽ നിശ്ചിത സമയത്തിന് ശേഷം ജോലി ചെയ്താൽ മണിക്കൂറിന് 25% അധിക വേതനം ലഭിക്കും. അവധി ദിവസങ്ങളിലെ ജോലിക്ക് 35% വരെ അധിക തുക ലഭിക്കാൻ അർഹതയുണ്ട്. അപ്പം ഞായറാഴ്ചയൊക്കെ പണിയെടുത്താൽ കുറച്ച് കാശ് കൂടുതൽ കിട്ടും. ഇനി ജപ്പാനീസ് ജീവനക്കാരെ പോലെ തന്നെ വിദേശ തൊഴിലാളികൾക്കും സുരക്ഷാ ആനുകൂല്യങ്ങൾ നിർബന്ധമാണ്. ചുരുക്കി പറഞ്ഞാൽ വിദേശിയാണോ സ്വദേശിയാണോ നോക്കില്ല, സുരക്ഷാ ആനുകൂല്യങ്ങൾ നിർബന്ധം. അത് പറയുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ്, റിസ്ക് ഫാക്ടർ അലവൻസ്, നമുക്ക് വേണ്ടിയിട്ടുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ അടക്കം അവിടെയുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ശമ്പളത്തിൽ നിന്ന് 15 മുതൽ 20% വരെ നികുതിയും ഇൻഷുറൻസ് വിഹിതവും ഒക്കെ കുറയ്ക്കാനുള്ള സാധ്യതയും ഉണ്ട്. സാധാരണയായി കമ്പനികൾ തന്നെ ജീവനക്കാർക്ക് വേണ്ട ഡോർമിറ്ററികളോ അപ്പാർട്ട്മെൻറ്റുകളോ ക്രമീകരിച്ച് നൽകും. ഇതിൻ്റെ വാടക ചിലപ്പോൾ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുമായിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ ചില കമ്പനികൾ ഇത് ഫ്രീ ആയിട്ട് തന്നു ഇരിക്കും. ഒരേ തൊഴിൽ മേഖലയ്ക്കുള്ളിൽ തന്നെ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾക്കായി തൊഴിലുടമയെ മാറ്റാനുള്ള സ്വാതന്ത്ര്യവും ഈ പുതിയ കരാർ പ്രകാരം നൽകുന്നുണ്ട്. നമ്മൾ അവിടെ ചെന്ന് ഒരു തൊഴിലുടമയുടെ കീഴിൽ പണിയെടുക്കുന്നു. നമ്മൾ നല്ല രീതിയിൽ പണിയെടുത്ത് നമ്മളെ ഇഷ്ടപ്പെട്ട മറ്റൊരു തൊഴിലുടമ കുറേ കൂടി ഭേദപ്പെട്ട ശമ്പളം വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് പെട്ടി പാക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോകാം. യാതൊരു തടസ്സവും അതിലുണ്ടാകില്ല എന്നുള്ളത് കൂടി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ജപ്പാനിലെത്തിയാൽ ചുമ്മാ ചെന്ന് കയറണ്ട. നമുക്ക് ആരാണോ തൊഴിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അവർ വന്ന് നമ്മുടെ എയർപോർട്ടിൽ പിക്കപ്പ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരും. മൊബൈൽ കണക്ഷൻ എടുത്തു തരും. പ്രാദേശിക ഭാഷാ സഹായം നൽകാനായിട്ട് സഹായിക്കും. കൂടാതെ ഗവൺമെൻറ് അംഗീകൃത രജിസ്ട്രേഡ് സപ്പോർട്ട് ഓർഗനൈസേഷനുകൾ നമുക്ക് വേണ്ടിയിട്ട് എന്ത് സഹായത്തിനും കൂടെ ഉണ്ടാകും എന്ന് അവർ ഉറപ്പു വരുന്നുണ്ട്. ഇനി SSW ടൈപ്പ് 1 വിസയിൽ പോകുന്നവരാണെങ്കിൽ, അതായത് ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റില്ല. 5 വർഷത്തേക്ക് ഇത് സാധിക്കില്ല. ഫാമിലി വിസയിൽ കൂടെ കൊണ്ടുപോകാൻ അനുവാദമില്ല. എന്നാൽ നിങ്ങൾ പിന്നീട് അവിടെ 5 വർഷമൊക്കെ പൂർത്തിയാക്കി SSW ടൈപ്പ് 2 വിസയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ വിസ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തെ 5 വർഷത്തിന് ശേഷം അവധിക്ക് വരുമ്പോൾ കുടുംബത്തെയും കൂടെ കൊണ്ടുപോകാൻ അവസരം കിട്ടും. നമ്മുടെ നിലവിൽ ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റ് തുടങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള കണക്ക് പ്രകാരം ജപ്പാനിൽ ഏതാണ്ട് 55,000-ഓളം പേർ ഇന്ത്യൻ വംശജരായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ 55,000-ഓളം പേർ അവിടെ നിലവിൽ സ്ഥിരതാമസക്കാരായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. നിലവിൽ അവിടെ 65,000-ഓളം പേർ വിസയിലും ഉണ്ട് എന്നുള്ളത് കൂടി ഉണ്ട്. അപ്പം നമ്മൾ മാത്രമല്ല, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും ജപ്പാനിൽ വലിയ രീതിയിലുള്ള മൈഗ്രേഷൻ, കുടിയേറ്റം നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഗൾഫല്ല അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല, ജപ്പാനും വലിയൊരു സാധ്യതയാണ്. വലിയൊരു തൊഴിലന്തരീക്ഷം ജപ്പാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ജപ്പാൻ ഭാഷ പഠിക്കുക, അവിടെ പോയി പണിയെടുക്കുക, കൈ നിറയെ സമ്പാദിക്കുക. അപ്പോൾ നമ്മളും ജപ്പാനുമായിട്ടുള്ള പരസ്പര സഹകരണ കരാറുകളടക്കം ശക്തമായ സാഹചര്യത്തിൽ എല്ലാവിധ സുരക്ഷയും നമ്മുടെ സർക്കാരും ജപ്പാൻ സർക്കാരും ഉറപ്പാക്കും എന്നുള്ളതും കൂടി നമ്മൾ ഈ കാര്യത്തിൽ ഗ്യാരണ്ടി തരാം.